ഞാൻ നോക്കി നിൽക്കുക. വാ. നശിച്ച് വീട്ടിലിരുന്ന് മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നു. ആ കായലൊക്കെ കാണാൻ കൊള്ളാം. മിക്കവാറും ഞാനിതേ ചാടിച്ചാവും. ആ നിങ്ങൾ വാ. ശരി. ആരാ കൊച്ചേ? ആരാച്ചാര്. അമ്മായിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നീ ആരോടോ ഫോണിൽ സംസാരിച്ചെന്ന് അറിയണമല്ലോ. അതെന്റെ ഫ്രണ്ടാ. എന്റെ 2 ഫ്രണ്ട്സ് ഇപ്പൊ ഇങ്ങോട്ട് വരും. എന്തിനാ? അമ്മായിയെ കൊല്ലാൻ. എന്നോട് ഇങ്ങനെ ചോദിക്കരുത്. എന്നെ ചോദ്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതാരായാലും. കൊച്ചെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അന്ന് പരതിന്റെ കല്യാണാലോചന മുടക്കിയപ്പോ ഞാൻ നിന്നെ ഉപദേശിച്ചതാ. ഓ, ഉപദേശം. ഈ ലോകത്ത് കാശ് ചെലവില്ലാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, മറ്റുള്ളവരെ നന്നാക്കല്. കൊച്ചെ, നിന്റെ തല തിരിഞ്ഞിരിക്കുവാ. കേട്ടിട്ടില്ലേ? തള്ള ചൊല്ല് കേൾക്കാത്ത വവ്വാലെ തല കിഴക്കൻ അമ്പാടെന്ന്. ഓ ആയിക്കോട്ടെ. എന്തോന്നായിക്കോട്ടെന്ന്? ഒരു തവണ അനുഭവിച്ചിട്ട് നീ പഠിച്ചിട്ടില്ല അല്ലേ? ഇനിയുള്ളതും ഞാൻ അനുഭവിച്ചോളാം. അമ്മായി ബുദ്ധിമുട്ടണ്ട. എടി, നിന്നെക്കാളും കുറെ ഓണം കൂടുതൽ ഉണ്ടവളാണടി ഞാൻ. ആണോ? എങ്കിലേ അന്നത്തെ ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അമ്മായിക്ക് അത് മനസ്സിലാവില്ല. അതാണ് ജനറേഷൻ ഗ്യാപ്പ്. അമ്മായി ഒന്നും മിണ്ടാതിരിക്കും. എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരും. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. ദൈവത്തെ ഓർത്ത് അവരുടെ മുമ്പില് കുത്തി വീർപ്പിച്ച് മുഖമിട്ട് നിൽക്കരുത്. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. ഇതൊക്കെ ആരാ കൊച്ചേ? ഇതാണോ നീ പറഞ്ഞ ഫ്രണ്ട്സ്? അതെ. നിനക്ക് എവിടെ നിന്ന് കിട്ടി പുതിയ ഫ്രണ്ട്സിനെ എല്ലാം? എന്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രണ്ട്സാ. നിങ്ങൾ വാ. ആ നിക്ക് പിള്ളേരെ.